ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചാൽ ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കലാണ്. സാമ്പാർ വറുത്തരച്ചൊരു സാമ്പാർ, തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു സാമ്പാർ ഞാൻ ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്. അത് ഇതിപ്പോൾ ഇന്ന് വെച്ചാൽ ഇന്ന് മാത്രമല്ല, നാളേക്കും കൂടി ഇതിൻ്റെ രുചി പറയാൻ കഴിയില്ല, അത്രയും രുചിയാണ് ഇത് വെച്ച് ഞാൻ ഈ എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ. ഇതിപ്പോൾ വീടുന്ന വെച്ചാൽ ഇതെല്ലാം ഇവിടെ വീടുന്ന സാധനങ്ങളാണ്. പിന്നെ ഇത് വേണം. ഞാൻ ഇത് കണ്ടില്ലതാ, ഇതെന്തല്ല സാധനം എന്ന് വെച്ചാൽ ഇത് പരിപ്പ് കഴുകി വെച്ചത് വേണ്ട. ഇതൊക്കെ പരിപ്പ് കഴുകിയിട്ട് വെള്ളത്തിലിട്ടോ. ഇതാ പരിപ്പ് വേണ്ട, പരിപ്പ് കഴുകി വെച്ചതാണ്. ഇത് കഷ്ണങ്ങളെല്ലാം ഇതിൽ ഉരുളക്കിഴങ്ങുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണമുണ്ട്. പിന്നെ ഇതെല്ലാം ഇതിൽ കഴുകിയിട്ട് വെച്ച ഉള്ളി, ഇതിൽ ഒരു മുരിങ്ങക്കായി, ഇതെല്ലാം ഒറ്റയൊരുക്കിയ ഇത് ആവശ്യം വെച്ച് കഴിഞ്ഞാൽ ഒറ്റയൊരുക്കിയ ആവശ്യം വെക്കണം. ഒറ്റൊരു വിസിലേ വരുള്ളൂ, എന്നാൽ അധികം അടിഞ്ഞു പോകില്ല. അതുകൊണ്ട് എല്ലാ കഷ്ണം അതാണ് ഞാൻ ഒന്നിച്ചിരുന്നു. അല്ലെങ്കിൽ മുരിങ്ങക്കായി വയ്യ ഇടുള്ളൂ. പക്ഷേ ഇത് പിന്നെ ഒറ്റയൊരിക്കൽ ആ വിസിലൂടെ വേണ്ടു. പിന്നെ നമ്മൾ വെച്ചിട്ട് കറി ആയി വെക്കണം. അതുകൊണ്ട് ഇതിപ്പം ഇതെല്ലാം ഇട്ടു. ഇതിപ്പോൾ വേറെ നഗരം വേണമെന്ന് വെച്ചാൽ ഇത് ഉലുവ, ഇത് വെളുന്നിട്ട് കരിവേപ്പില, ഇത് പിന്നെ സാമ്പാർ പൊടി, ഇത് മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് ജീരകം, ഇത് ഉപ്പ്, പിന്നെ ഇത് വെള്ളക്ക, ഇത് പച്ചമുളക്, ഇത് തക്കാളി, ഇത് വയ്യ എടുക്കണം, ഇത് തേങ്ങ, ഇത് പുളി പൊതിർത്ത് വെച്ചത്. ഇതെല്ലാം കൂടിയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ജീരകം 2 മണി ചെറുജീരകമാണ്, ലേശം കൊണ്ടു, കുറച്ചേ കൊണ്ടു. ഇത് എല്ലാം കൂടി അതിലിട്ടിട്ട് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി അതിലിട്ടിട്ട് ഇപ്പം ഇതെല്ലാം കൂടി ഇവിടെ ഇട്ടിട്ട് ഇനിയിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് മുളക് പൊടി. ഒരുപാട് മുളക് പൊടി ചാമപ്പൊടി അത്ര എരിവ് വേണ്ടു. അതോടെ കുറച്ച് എരിപ്പിയിലും ഉണ്ടാവും, മസാല സാമ്പാർ പൊടിയിലും ഉണ്ടാവുമല്ലോ എരിവ്. അതുകൊണ്ട് മുളക് പൊടി കുറച്ചേ ഇടുന്നില്ലോ. ഇപ്പോൾ മുളക് പൊടി ഇട്ടു. ഇനി ഇത് മഞ്ഞൾപ്പൊടി ഇട്ടേ. മഞ്ഞൾപ്പൊടി ഞാൻ വെക്കുന്ന ഇതാണ്. ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി. എത്ര വേണമെന്ന് വെച്ചാൽ കറിക്കനുസരിച്ചിട്ട് ഇട്ടോളൂ. അത് നമുക്ക് വെക്കുന്നവർക്ക് അറിയാലോ എത്ര വേണ്ടി വരുന്നുള്ളത്. പിന്നെ നെയ്യ് വേണിച്ച് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഇത് വേവിക്കാം. ബസ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് ആവി വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ ഉപ്പിട്ടാൽ മതി. ഇതിപ്പോൾ എനിക്ക് ഈ വെക്കട്ടെ, ഇതിലായിട്ട് വെക്കട്ടെ. വെച്ചു. ഇനിയിപ്പോൾ തേങ്ങ വറുത്തരക്കണം. ഇനി അത് ഞാൻ തേങ്ങ വറുക്കാനാക്കട്ടെ ചീനിച്ചിട്ട്. ചീനച്ചട്ടി എടുക്കട്ടെ. ഇതിപ്പോൾ മാറ്റി വെക്കാം. അത് ചീനച്ചട്ടിയിട്ട് ഇപ്പുറം വെച്ചാൽ ഇത് മാറ്റി വെക്കണം. ഇതിപ്പോൾ എന്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ ഒരു കരിയേപ്പില ചപ്പ് വറക്കാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. തേങ്ങ വറക്കാൻ വേണ്ടി ഇടുന്നത്. തേങ്ങ ഇട്ടു ആദ്യം. തേങ്ങ ആദ്യം ഇട്ടു. അതിന് ശേഷം കുറച്ച് കരിവേപ്പില ഇട്ടു വറുത്തിട്ട്. അതിന് നല്ലതാണ് കരിവേപ്പില. അത്രയും ഇടാൻ കഴിഞ്ഞാൽ അത്രയും നല്ല. ഒരു നുള്ളു ജീരകം, ഒരു കൂടുതലായി പോടും. ഒരു 2 തരി ജീരകം. കൂടുതലായാലും ജീരകത്തിന് ചള വരും. അവിടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടും. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടും വറക്കാൻ. ഒരു നുള്ള് മുളക് പൊടി ഇടണം. മുളക് പൊടി അതിൻ്റെ വറവിൻ്റെ മണം വരാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള് മുളക് പൊടി ഇടണം. അതാ അത്രേ ഉള്ളൂ. കുറച്ച് പിന്നെ 2 മണി ഉലുവ ഒരു തരി, 2 തരിയെ ഉലുവ വേണം. ഇത്രേ ഉള്ളൂ, 2 തരി. 2 അരിയായ പിന്നെ കയ്പ്പ് വരും. അതുകൊണ്ട് ഇത് എല്ലാം കൂടി ഇട്ട് ഇനിയിപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അടുപ്പത്ത് വറക്കാൻ വെക്കട്ടെ. ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് വെളിച്ചെണ്ണ നിൽക്കുക. വെളിച്ചെണ്ണ ഇതിനിപ്പം വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണം. മറ്റ് വറുത്ത് ഇതാണ് ശരിയാവും.
രസം വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണം. അതിപ്പോൾ അപ്പുറം മാറ്റി വെച്ചാൽ ഇതിപ്പോൾ ഇടാം വെക്കാം. ഉണ്ടല്ലേ? ഇനിയിപ്പോൾ അത് വറക്കാം. ഇപ്പം വറുത്തിട്ട് ഇനി വറക്കട്ടെ. ഒരു ഉള്ളി കൂടി ഈ ചെറിയ ഉള്ളി കൂടി കുടിച്ചിടാം. വറവിൻ്റെ അകത്ത് ഉള്ളി, ചുവന്നുള്ളി. അതിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളിയൊന്നുമില്ല, ഞാൻ ചെറിയ ഉള്ളിയൊന്നും വാങ്ങലില്ല. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ പൊരിക്കാറില്ല, ഞാനത് നോക്കിയിട്ടില്ല. ഇവിടെ പൊരിക്കും. ഉള്ളി കൂടി അത് എന്താ ഉള്ളി കൂടി ഇതേപോലെ വറക്കിട്ട് ഇപ്പം ചോന്ന് വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി ഇടുക. ഇത് മല്ലിപ്പൊടിയാണ്. കുറച്ച് മല്ലിപ്പൊടി ഇടുക. പിന്നെ അതിന് ശേഷം കുറച്ച് ഇത് ഇടുക, സാമ്പാർ പൊടി ഇടുക. ഈ ചോന്ന് വരുന്നുണ്ട്. എന്താ ചോന്ന് വന്നിരുന്നു അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ചോന്ന് വരുന്നതിന് നല്ല പാകത്തിൽ വന്നു. ഇനി എന്നാ വെച്ചാൽ ഇനി ഇതിപ്പം നമുക്ക് ലേശം മല്ലിപ്പൊടി ഇടാം. 2 സ്പൂൺ, ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി. ബാക്കി കുറച്ച് സാമ്പാർ പൊടി ഇടുക. എന്താ സാമ്പാർ പൊടി ഇടുക. ഈ സാമ്പാർ പൊടി കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി ഇട്ടു. ഇനി ഇത് കളിച്ചിട്ട് വേഗം അധികം വെച്ചുകൂടാ. ഇനി അധികം വെച്ചാൽ വെളിച്ചെണ്ണയും കഴിഞ്ഞ് നല്ലപോലെ. അതുകൊണ്ട് അധികം കരിഞ്ഞു പോവും. ഈ പാകത്തിനുള്ള വറവ് ആയി. എന്താ ഇതിൻ്റെ നല്ല മണം വന്നു. നല്ല അസൽ മണം, നല്ല മണം വറവിൽ തന്നെ വന്നു കഴിയും. ഇനി ഇതിപ്പോൾ നല്ല പാകത്തിൽ ലേശം തണ്ണി കഴിഞ്ഞാൽ അരച്ചെടുക്കണം. എന്താ നല്ല പവർ പറഞ്ഞ നല്ല കളർ വന്നു. ഇതാണ് സാമ്പാറിൻ്റെ വറവ്. ഞാൻ വറക്കുന്ന വറവ് ഇങ്ങനെയാണ്. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ചെയ്യുന്ന പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഇത് എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല എൻ്റെ കൊച്ചുമക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ സാമ്പാറിനെ കഴിച്ചാൽ അവർക്കെല്ലാം നല്ല ഇഷ്ടമാണ്. അവരെല്ലാം നല്ലപോലെ പറയും. ഈ സാമ്പാർ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് അത്ര ഇഷ്ടമാണ്. ഞാൻ ആക്കി കൊടുക്കുന്ന സാമ്പാർ ഇങ്ങനെ വെക്കാൻ കഴിയും. എന്താ അതുപോലെ നമ്മൾ വലിയ കരിഞ്ഞു പോകുന്നത് വെച്ചാൽ അത് ലേശം ഇളക്കിട്ട് വെക്കണം. അതാണ് ഞാൻ ഇളക്കിട്ട് കൊടുക്കുന്നത്. എന്താ നല്ല അടിപൊളി സാമ്പാർ, അടിപൊളി വറവ്. വറവ് കണ്ടില്ലേ? എന്താ വറവ് നല്ല ഓരോ ഇല്ലണ്ട, നല്ല വറവ് വന്നിട്ടുണ്ട. നല്ല ചോന്ന് നല്ല പാകത്തിലുള്ള വറവായി. വറവ് പാകം വന്നെങ്കിൽ മാത്രമേ സാമ്പാർ നന്നാവും. അല്ലെങ്കിൽ കരിഞ്ഞു പോയാലും കഴിക്കും. ആയിട്ടില്ലെങ്കിൽ ഒരു 10 കഴിഞ്ഞ് ഉണ്ടാവും. നല്ല പാകത്തിലായിട്ട് തേങ്ങയുടെ വറവിൻ്റെ മണം തരണം സാമ്പാർ വെക്കുമ്പോൾ. അതാണ് സാമ്പാറിൻ്റെ രുചി. ഇനിയിപ്പോൾ അരക്കട്ടെ. ഇങ്ങനെ കൂടിയിട്ട് കഷ്ണം ഇതാ. ഇതിനിപ്പോൾ ഇതിലടുപ്പത്ത് വെക്കാം. ഇനി അരവുണ്ടായി. ഇപ്പോൾ അടുപ്പത്ത് ഉപ്പിടണം. അടുപ്പത്ത് വെക്കുക. ഇനി ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് പിന്നെ വെണ്ടയ്ക്ക് തക്കാളി കൂടി ഇതിൻ്റെ പേര് വിടുക. പച്ചമുളക് എന്നാൽ ഇനി അരവ് ചേർന്ന പണി തീർന്നു. സാമ്പാറിൻ്റെ പണി ഇതിലിട്ട് ഒന്നും കഷ്ണമൊന്നും വെന്തിട്ട് അടിഞ്ഞില്ല. ഒറ്റ ഒരിക്കലായിട്ട് കഷ്ണം വെന്ത പോലെ ഉള്ളൂ. കഷ്ണം അധികം അടിയാൻ പാടില്ല. അടിഞ്ഞാൽ അത് വെന്തടിഞ്ഞു പോയാൽ ഒരു കൊഴുപ്പ് കൂടി പോയില്ല. കേട്ടാ സാമ്പാറിൻ്റെ കഷ്ണം ഏതായി പുളി എല്ലാം കൂടി അരച്ചിന്. പുളി പിന്നെ അരവിൻ്റെ പേരിട്ട് അരക്കുമായിരുന്നു. നല്ല പുളിയാണ്, പുളിയൊന്നും ഇല്ലാതെ പുളിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇട്ട് അരച്ചു. ഇപ്പം കാണില്ല സാമ്പാറിൻ്റെ കഷ്ണം അതിൽ ഒന്നിച്ചിട്ടിട്ടതാ. അത് അങ്ങനെ ആകുന്നില്ല. എനിക്കിത് കാണുന്നില്ല അങ്ങനെ ശരിക്കും. കഷ്ണം വേണ്ട, അതിൽ കൂടുതൽ പൊന്തുന്നില്ല, വയറും വരുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ പുറത്ത് കൊണ്ടുപോയി വെക്കണം. പുറത്ത് കൊണ്ടുപോയി വെക്കണമെങ്കിൽ ആരും എടുക്കാൻ പോകണം. അതൊന്നുമില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആവില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. എന്തെങ്കിലും അറ്റകുറ്റങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം ക്ഷമിക്കുക. എനിക്ക് അതുപോലെ പിന്നെ പ്രായമായില്ലേ, ഓർമ്മക്കുറവെല്ലാം ഉണ്ട്. അതുപോലെ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ കൂടി അയച്ചാൽ മതി, അറിയിച്ചാൽ മതി. എന്നാൽ ഞാൻ എന്താ വേണ്ടിച്ചാൽ അതിന് ചെയ്യാൻ. നമുക്കിവിടെ വെളുത്തുള്ളിൻ്റെ പരിപാടിയൊന്നും നമുക്കില്ല. അതുകൊണ്ട് വെളുത്തുള്ളി ഇടലില്ല. ചുവന്നുള്ളിയാണ്. വെളുത്തുള്ളിക്ക് പകരം ചുവന്നുള്ളി വറക്കും. അങ്ങനെ ചെയ്യൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത്
പിന്നെ കഷ്ണത്തിന് ഉപ്പ് പിടിക്കണം. അതിനാണ് ലേശം തിളക്കാൻ പറ്റും, കൂട്ടുകാരോട് ചേർക്കാം. അല്ലെങ്കിൽ ഇല്ല, കഷ്ണത്തിന് ഉപ്പ് പിടിക്കില്ല. ആ കഷ്ണം ഉപ്പ് പിടിക്കാണ്ടായിട്ട് ഉപ്പിട്ട് തിളച്ചാൽ ഉപ്പ് പിടിച്ചോളൂ. തിളച്ച് കഴിഞ്ഞാൽ തിളക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് വേണ്ട, അരവ് വേണ്ട. ഇത് നല്ല സാമ്പാറിൻ്റെ അരവ് വേണ്ട. നല്ല എന്നാ പറയുന്നത്, നല്ല പങ്ക് പവം പോലെ ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഒഴിക്കട്ടെ. കഷ്ണം തിളച്ച് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് ഒഴിക്കട്ടെ. ഇതാണ് എൻ്റെ സാമ്പാർ ഉപ്പ്. ഇങ്ങനെയാണ്. നിങ്ങളതെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റിട്ട് പറയണേ. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ആരും പോലെ ഞാൻ വെക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് വെക്കുന്നത് വെച്ചാൽ അതുപോലെ. ചില ആൾ വെല്ലല്ലിടും പോലും. നമുക്കതൊന്നും പറ്റില്ല. ചില ആൾ വെല്ലല്ലിടും പോലും. വെല്ലം ഇടില്ല. ഞാൻ വെല്ലം ഇടുന്നത് നാരങ്ങക്കരിക്ക് മാത്രം. നാരങ്ങക്കരിക്ക് നല്ലപോലെ വെല്ലം ഇടും. നല്ലപോലെ വെച്ചാൽ മധുരം ഉണ്ടാവാൻ മാത്രം ഇടും. ബാക്കിയൊന്നിനും ഞാൻ വെല്ലം ഇടില്ല. സാമ്പാർ റെഡിയാവാൻ പോകുന്നു. ഇതൊന്ന് തിളച്ച് വലിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒഴിച്ചിട്ട് ഇനി എല്ലാം കൂടി ഒന്ന് തിളച്ചിന് വന്നാൽ സാമ്പാർ റെഡിയായി. ഉണ്ടില്ലേ? ഇത് കൊണ്ടേ സാമ്പാർ തിളച്ച് തുടങ്ങി. ഇനിയിപ്പോൾ ഈ കരിവേപ്പില ഇതിലിട്ടെ. കരിവേപ്പില ഇട്ടിട്ടുണ്ട്. കരിവേപ്പില ഇഷ്ടംപോലെ ഇതിലുണ്ട്. അവിടെ ഒരുപാട് കരിവേപ്പില ഞാനിടും. അത് ഇഷ്ടംപോലെ ഉണ്ട്. അവിടെ 1 2 നല്ല കുറച്ചൊന്നല്ല, പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് വിഷമമുണ്ട്. ഒന്നുമില്ല. നല്ല സാമ്പാറായി. ഇനി വറുത്തിടണം. ഇതിൽ കടുക്, പിന്നെ വറ്റൽമുളക്, കരിവേപ്പില എല്ലാം കൂടി വറുത്തിടുകയും ചെയ്യും. ഇതെല്ലാം വറുത്തിനി എന്നാലും അതൊരു ടേസ്റ്റാണ്. നല്ല സാമ്പാർ, നല്ല മണം വരുന്നുണ്ട്. നല്ല അടിപൊളി സാമ്പാറാണ്. നല്ല കണ്ടാൽ തന്നെ കറി കൂട്ടാൻ തോന്നും. അത്ര നല്ല സാമ്പാറാണ്. ഉണ്ടോ സാമ്പാറുണ്ടോ? നല്ല സാമ്പാറാണ്. ഇനി ഇത് വറുത്തിട്ടിട്ട് പ്ലേറ്റിൽ ആക്കാം. നമുക്ക് പാത്രത്തിലാക്കി വെക്കാം കേട്ടോ. കണ്ടില്ലേ? നല്ല അടിപൊളി സാമ്പാറാണ്. അതുകൊണ്ട് ഇനി അത് വറുത്തിടും കൂടി ചെയ്തിട്ട് എന്നിട്ട് അത് നമുക്ക് ആക്കാം. സാമ്പാർ നല്ല അടിപൊളി സാമ്പാറാണ്. കണ്ടാൽ തന്നെ ആരും കൂട്ടിപ്പോവും. ഇതിൻ്റെ മണം കേട്ടാൽ അതിനകത്തട്ടി കൂട്ടിപ്പോവും. ചോറ് ആക്കി വെച്ചിട്ട് തേച്ച് വറുത്തുടങ്ങി വെച്ചിട്ടായിരിക്കും. അതിലേ 2 മണി മണിക്ക് ഈ വെളിച്ചെണ്ണയിൽ സാമ്പാർ പൊടിയും കൂടിയില്ല. ഒരു ശേഷം കുറച്ച് 2 മണി അതൊരു രുചിക്ക് വേണ്ടിയിട്ടാണ്. ഉണ്ടല്ലേ വറവ്. സാമ്പാർ നല്ല അടിപൊളി സാമ്പാറാണ്. ഇങ്ങനെ വെച്ച് നോക്കുകളെല്ലാവരും. നല്ല കണ്ടാലും വീട്ടിൽ അതിൻ്റെ രുചിയും പറയാൻ കഴിയില്ല. അതാണ് അമ്മ സാമ്പാർ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ അമ്മ എപ്പം പറയും സാമ്പാർ. ഇതിപ്പോൾ കണ്ടില്ലേ നിങ്ങൾ? ഇതാ ഞാനിനി വിളമ്പിയിട്ട് നിങ്ങൾക്ക് സർവ് ചെയ്ത് കാണിച്ചു തരാം. ഇത് പാത്രത്തിൽ ഒഴിച്ച് വെക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. നമുക്ക് 2 ദിവസത്തേക്ക് മതി. ഇത് 2 3 ദിവസത്തേക്ക് ഇതിനെ കൊണ്ട് വെക്കും. ഇത് കഴിയുന്നവരെ ഇനി സാമ്പാർ വെക്കില്ല. പിന്നെ വേറെ എന്തെങ്കിലും കറി വെച്ചിട്ട് ഇതിനെ കൊണ്ട് ഇങ്ങനെ ഒപ്പിക്കും. അത്രേ എനിക്ക് ആവില്ല. എനിക്ക് ഇത് വെക്കടിക്ക് തന്നെ പണി പാടുണ്ട്. വേറെ ഒന്നും നടക്കൂല പണി. അതാണ്. ഇല്ലേ? കണ്ടില്ലേ? ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സാമ്പാർ? സാമ്പാർ കണ്ടില്ല? നല്ല അടിപൊളി സാമ്പാറാണ്. നിങ്ങളും വെച്ച് നോക്കി ഇങ്ങനെ. ഇനി നിങ്ങൾ ഇതിൻ്റെ മേലെ ഒരു കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉണ്ടോ? നല്ല അടിപൊളി സാമ്പാറായില്ലേ? ഉണ്ടല്ലേ? ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരെയും നാളെ വേറെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി, നമസ്കാരം.